നമസ്കാരം. ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ജയചന്ദ്രൻ. പ്രധാന വാർത്തകൾ. AI ആക്ഷൻ ഉച്ചകോടി 2025 നാളെ പാരീസിൽ തുടക്കം. ദ്വിദിന നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്ത ആധ്യക്ഷം വഹിക്കും. ഡൽഹിയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമാക്കി BJP. തലസ്ഥാനത്തെ ആര് നയിക്കുമെന്നതിൽ ആകാംക്ഷ തുടരുന്നു. ഡൽഹി മുഖ്യമന്ത്രി അദീഷി ലഫ്റ്റനന്റ് ഗവർണറുടെ വസതിയിലെത്തി രാജിക്കത്ത് കൈമാറി. ന്യൂഡൽഹിയിൽ നടക്കുന്ന 52ാമത് ലോക പുസ്തകമേള ഇന്ന് സമാപിക്കും. ഭാവി തലമുറകൾക്കായി ആശയങ്ങളും പൈതൃകങ്ങളും സംരക്ഷിക്കുന്ന അറിവിന്റെ അനശ്വര രേഖകളാണ് പുസ്തകങ്ങളെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പ്രധാനമന്ത്രിയുമായി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ച നാളെ. കുട്ടികളുടെ സമ്മർദ്ദം ലഘൂകരിക്കുവാനുള്ള ഉദ്യമത്തിൽ പങ്കാളികളാകാൻ ദീപിക പദുക്കോൺ, മേരി കോം അടക്കമുള്ള പ്രമുഖർ. പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷന് ഇന്ന് തുടക്കമാകും. മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയാഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് ഇന്ന് സമാപനം. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ഏകദിനം ഇന്ന് ഒഡീഷയിലെ കട്ടക്കിൽ. ദേശീയ ഗെയിംസിൽ 42 സ്വർണം ഉൾപ്പെടെ 71 മെഡലുകളുമായി സർവീസസ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. AI ആക്ഷൻ ഉച്ചകോടി 2025 നാളെ തുടക്കമാകും. ദ്വിദിന നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്ത ആധ്യക്ഷം വഹിക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നാളെ പാരീസിലേക്ക് പുറപ്പെടും. ആഗോള AI നയങ്ങൾ രൂപപ്പെടുത്തുക, നവീകരണം, ധാർമ്മിക ഉത്തരവാദിത്വം ഉറപ്പാക്കുക എന്നിവയാണ് ഉച്ചകോടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. പാരീസിലെ ഗ്രാൻഡ് പലായ്സിൽ AI ആഗോള സംഭാഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, ഗവേഷകർ, സംരംഭകർ എന്നിവരും പൊതുസമൂഹ പ്രതിനിധികളും ചേർന്ന് ഭരണനിർവഹണം, സമ്പദ്വ്യവസ്ഥ, മൌലിക അവകാശങ്ങൾ എന്നിവയിൽ നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. UK-യിലും ദക്ഷിണ കൊറിയയിലും നടന്ന മുൻ AI ഉച്ചകോടികളെ അടിസ്ഥാനമാക്കി ആഗോള AI മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുവാനും ഉത്തരവാദിത്ത AI വികസനം പ്രോത്സാഹിപ്പിക്കുവാനും ശ്രമമുണ്ടാകും. ഫ്രാൻസിൽ ഉഭയകക്ഷി ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി ഇന്ത്യയുടെ പുതിയ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. തുടർന്ന് 2 ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം US-ലേക്ക് തിരിക്കും. ഡൽഹിയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമാക്കി BJP. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നിശ്ചയിക്കുന്നതിനുള്ള നടപടികളിലേക്ക് പാർട്ടി കടന്നു. 27 വർഷത്തിന് ശേഷമാണ് BJP അധികാരത്തിൽ തിരിച്ചെത്തുന്നത്. 70-അംഗ നിയമസഭയിൽ പാർട്ടി 48 സീറ്റുകൾ നേടി. ആം ആദ്മി പാർട്ടി 22 സീറ്റുകളിൽ ഒതുങ്ങി. അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ തോറ്റത് ആപ്പിന് കനത്ത തിരിച്ചടിയായി. കോൺഗ്രസിന് ഇക്കുറിയും ഒരു സീറ്റ് പോലും നേടാനായില്ല. അതേസമയം ഡൽഹി മുഖ്യമന്ത്രി അദീഷി രാജിവെച്ചു. രാജ് നിവാസിലെത്തി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയ്ക്ക് രാജിക്കത്ത് കൈമാറി. 27 വർഷങ്ങൾക്ക് ശേഷം ചരിത്രം കുറിച്ച വിജയക്കുതിപ്പിലൂടെ 48 സീറ്റുകളുമായി ഡൽഹിയിൽ അധികാരം തിരിച്ചുപിടിച്ച BJPയുടെ മുഖ്യമന്ത്രി ആരാവും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ അട്ടിമറിച്ച പർവേസ് സാഹിബ് സിംഗ് വർമ്മയടക്കം നിരവധി പേരുകൾ ചർച്ചയിലുണ്ട്. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ BJPയിൽ ചർച്ചകൾ തുടങ്ങിയിരുന്നു. ഭരണപരിചയം, പ്രവർത്തന മികവ്, ജാതി സമവാക്യങ്ങൾ എന്നിവ പരിഗണിച്ചാവും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. ജാട്ട്, ഗുജ്ജർ വിഭാഗങ്ങളുടെ പിന്തുണ ഇക്കുറി BJPക്ക് ലഭിച്ചിരുന്നു. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ അട്ടിമറി വിജയം നേടിയ പർവേസ് സാഹിബ് സിംഗ് വർമ്മ, ഡൽഹി BJP മുൻ അധ്യക്ഷനായ വിജേന്ദർ ഗുപ്ത എന്നിവർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത പറയപ്പെടുന്നത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പർവേസ് വർമ്മ ന്യൂഡൽഹിയിൽ മത്സരിച്ചത്. ഡൽഹി മുൻ മുഖ്യമന്ത്രിയായിരുന്ന സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് പർവേസ്. വനിതാ മുഖ്യമന്ത്രിയെയും നേതൃത്വം പരിഗണിക്കുന്നുണ്ട്. സുഷമ സ്വരാജിന്റെ മകളും ന്യൂഡൽഹി MPയുമായ ഭാൻസുരി സ്വരാജ്, ഷാലിമാർ ബാഗിൽ വിജയിച്ച രേഖ ശർമ്മ, ആപ് മന്ത്രി സൌരവ് ഭരദ്വാജിനെ പരാജയപ്പെടുത്തിയ ശിഖ റായ് എന്നിവർക്കാണ് സാധ്യത. ദേശീയ വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷയാണ് രേഖ ശർമ്മ. MPമാരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈസ്റ്റ് ഡൽഹി MP ഹർഷ് മൽഹോത്ര, നോർത്ത് ഈസ്റ്റ് ഡൽഹി MP മനോജ് തിവാരി എന്നിവർക്കാണ് സാധ്യത. MP സ്ഥാനം രാജിവെച്ച് മുഖ്യമന്ത്രിയാകുമ്പോൾ 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടിവരുമെന്നൊരു കടമ്പ കൂടിയുണ്ട്. PS വിനയ, ദൂരദർശൻ ന്യൂസ്. പ്രധാനമന്ത്രിയുടെ അഴിമതിരഹിത ഭാരത ഭരണത്തിന് കിട്ടിയ അംഗീകാരമാണ് ഡൽഹിയിൽ BJP നേടിയ അത്യുജ്വല വിജയമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ.
ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വൻ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ബിജെപി കൊച്ചി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദിയുടെ അഴിമതിരഹിതമായ ഭാരത ഭരണത്തിന് കിട്ടിയ അംഗീകാരമാണ് ഡൽഹിയിൽ ബിജെപി നേടിയ അത്യുജ്വല വിജയം. അഴിമതിക്കെതിരെ അണ്ണാ ഹസാരെ നടത്തിയ സമരത്തിലൂടെ അധികാരത്തിലെത്തുകയും അഴിമതിയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ആ സംസ്ഥാനത്തെയും ആകെ മുക്കിക്കൊല്ലുകയും ചെയ്ത അരവിന്ദ് കെജ്രിവാൾ ദയനീയമായി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അഴിമതിയുമായി ബന്ധപ്പെട്ട് സിസോദിയ ഉൾപ്പെടെ ആരെല്ലാം ഉണ്ടായിരുന്നു അവരെല്ലാം തോറ്റിട്ടുണ്ട് എന്നതും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ്. ഡൽഹി ജനത ഒരു മാറ്റം ആഗ്രഹിക്കുകയും ആ മാറ്റം നടത്താനായിട്ട് ഏറ്റവും കെൽപ്പുള്ളത് ബിജെപി ആണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് 47 സീറ്റിൽ ബിജെപിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. കൊച്ചി നഗരത്തിൽ ബിജെപി മധുര പലഹാര വിതരണവും നടത്തി. ബിജെപി ജില്ലാ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷൈജു, സംസ്ഥാന സമിതി അംഗം CG രാജഗോപാൽ, സംസ്ഥാന കൌൺസിൽ അംഗം NM രവി തുടങ്ങിയവർ പങ്കെടുത്തു. വെല്ലുവിളികളെ മറികടക്കാനുള്ള പ്രചോദനത്തിന്റെയും ശക്തിയുടെയും ഉറവിടമായി പുസ്തകങ്ങളെ സ്വീകരിക്കാൻ യുവാക്കളോട് അഭ്യർത്ഥിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹി ലോക പുസ്തകമേള 2025-ൽ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുകയായിരുന്നു ലോക്സഭാ സ്പീക്കർ. ശക്തിക്കും പ്രചോദനത്തിനും വേണ്ടി പുസ്തകങ്ങളിലേക്ക് തിരിയാൻ ഓം ബിർള ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. വ്യക്തിപരവും സാമൂഹികവുമായ വളർച്ചയിൽ പുസ്തകങ്ങളാണ് യഥാർത്ഥ വഴികാട്ടികൾ. ഭാവി തലമുറകൾക്കായി ആശയങ്ങളും പൈതൃകങ്ങളും സംരക്ഷിക്കുന്ന അറിവിന്റെ അനശ്വര രേഖകളാണ് പുസ്തകങ്ങൾ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 52ാമത് ലോക പുസ്തകമേള ഇന്ന് സമാപിക്കും. 9 ദിവസത്തെ മേള രാഷ്ട്രപതി ദ്രൌപദി മുർമുവാണ് ഉദ്ഘാടനം ചെയ്തത്. 50-ലധികം രാജ്യങ്ങളും 2000 പ്രസാധകരും 1000 പ്രഭാഷകരും പരിപാടിയിൽ പങ്കെടുത്തു. ചർച്ചകൾ, പുസ്തക പ്രകാശനങ്ങൾ, സാഹിത്യ സംവാദങ്ങൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയും മേളയ്ക്ക് കൊഴുപ്പേകി. ഇനി കുംഭമേള വിശേഷങ്ങൾ. കുംഭമേളയിലെ സ്നാനം സ്വയം ശുദ്ധീകരണത്തിനൊപ്പം പിതൃക്കൾക്കുള്ള പൂജ കൂടിയാണ് എന്ന വിശ്വാസമാണ് പ്രദേശവാസികൾക്കുള്ളത്. അതുകൊണ്ടുതന്നെ മോക്ഷപ്രാപ്തിക്കായി ഇവിടെയെത്തുന്ന നാട്ടുകാരുടെ എണ്ണവും വളരെ കൂടുതലാണ്. പ്രയാഗ്രാജിൽ നിന്നും ചന്തു S നായർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കുംഭമേളയിലെ സംഗമസ്ഥാനത്ത് നിന്ന് നിരവധി പേരാണ് ഇവിടെ പുണ്യസ്നാനം നടത്തി തിരിച്ചു പോകുന്നത്. കാരണം സംതൃപ്തരായി പല ദേശങ്ങളിൽ നിന്നും പല നാടുകളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും എത്തിയവർ ഇവിടെ വന്ന് അല്പം സ്നാനം അല്ലെങ്കിൽ കാലിലെങ്കിലും അല്പം വെള്ളം തളിച്ച് അല്ലെങ്കിൽ ഈ കൊടും തണുപ്പിനെ വകവയ്ക്കാതെ തന്നെ ഈ ജലത്തിലിറങ്ങി ഐസ് പോലുള്ള ജലത്തിലിറങ്ങി അവർ പുണ്യസ്നാനം നടത്തി അവർക്ക് മടങ്ങുകയാണ്. ആയിരക്കണക്കിന് പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നിരവധി പേർ മാത്രമല്ല ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ സവിശേഷതയായി കാണുന്നു. മാത്രമല്ല ഈ പങ്കെടുക്കുന്നവരെല്ലാവരും സംതൃപ്തരായി മടങ്ങുന്നു എന്നുള്ളതും നമുക്ക് കാണേണ്ടതുണ്ട്. എന്നോടൊപ്പം ഇവിടെ ഉള്ളൊരു സ്ഥലവാസി കൂടി ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. കൈസ ചൽ रहा है कुंभ मेला? हर्षित प्रीति देकर गुबीरा प्रकटे हृदय हरण वो पीड़ा। बड़ी खुशी है कि संतों का समागम है इस प्रयागराज कुंभ में। ये महाकुंभ है जो 12 वर्ष में एक बार आता है। प्रयागराज तीर्थों का राजा बताया गया, सारे तीर्थों का राजा है। यहाँ पे इसलिए करोड़ों पब्लिक आती है। गंगा में स्नान करके अपने पितरों का तर्पण करके संतों के दर्शन करके अपने अपने गंतव्य अपने घर की ओर जाते हैं। बड़ी खुशी मन जाते हैं। उन ऐसे लोगों को भी देखा जिन्होंने 20-20 किलो का वजन लेके भी उन्होंने 20 किलोमीटर 30 किलोमीटर चले, जो 2 किलोमीटर भी नहीं चल पाता है। करोड़ लोग यहाँ आता है और स्नान कर रहे हैं। ये कैसा है गंगा की कंटामिनेशन? माँ गंगा की तो महिमा अपार है, जो कि कह सकते हैं ये मोक्षदायिनी है, जो भगवान शिव के जटाओं में विराजमान है। ये बड़ी खुशी है कि वो गंगा जो भागीरथी गंगा है जो नहाने मात्र से मोक्ष हो जाता है। तरस परस मंजन पाना मतलब दर्शन करने से ही व्यक्ति का उद्धार हो जाता है। यहाँ पे देवता भी विराजमान है, अपने अपने स्वरूप में आते हैं और
अपने स्वरूप में आके भक्ति करके वो निकलते हैं। ये सौभाग्य की बात है, सारे करोड़ों लोग उनके दर्शन करते हैं और निकलते हैं। നൂറുകണക്കിന് ആളല്ല, ആയിരക്കണക്കിന് ആളല്ല, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് അങ്ങനെ ആൾക്കാരാണ് ഇവിടെ വന്ന് പുണ്യസ്നാനം നടത്തി മടങ്ങിപ്പോകുന്നത് എന്നാണ് പറയുന്നത്. മാത്രമല്ല സ്വന്തം ആവശ്യത്തിന് മാത്രമല്ല പിതൃക്കൾക്കും കൂടി ഇത് പുണ്യം ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഗംഗ, ശിവന്റെ ജടയിൽ നിന്നും ഉത്ഭവിച്ച ഗംഗ ഒരിക്കലും അത് കണ്ടാമിനേറ്റ് ആകില്ല എന്നുള്ള ഉറപ്പും കൂടി അദ്ദേഹം നൽകണം. കാരണം ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് സ്നാനം ചെയ്ത് പോകുമ്പോഴും ഗംഗയുടെ പരിശുദ്ധി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പ്രയാഗ്രാജിൽ നിന്നും ബിനുകുമാറിനോടൊപ്പം ചന്തു എസ് നായർ, ദൂരദർശൻ ന്യൂസ്. ഇടവേള. എത്ര കാലം നീണ്ട ക്യൂവിൽ കാലം കഴിക്കും? ഡിജിറ്റൽ പേയ്മെന്റ് നടത്തൂ, ഉടനടി പരിഹാരം. എത്ര കാലം പഴയ രീതി തന്നെ തുടരും? ഡിജിറ്റൽ പേയ്മെന്റ് എളുപ്പമാണ്. ഇതാ ഉടനടി പേയ്മെന്റ് നടത്തും. പേഴ്സ് തിരയുക, ഡിജിറ്റൽ പേയ്മെന്റ് നടത്തൂ, എവിടെയും എപ്പോഴും സുരക്ഷിതമായും. ഞാൻ ഇവരെ ഡിജിറ്റൽ പേയ്മെന്റ് നടത്താൻ പഠിപ്പിച്ചു. നിങ്ങളോ? RBI പറയുന്നു, ഡിജിറ്റൽ പേയ്മെന്റ് നടത്തൂ, മറ്റുള്ളവരെയും പഠിപ്പിക്കൂ. വാർത്തകൾ തുടരുന്നു. 130ാമത് മാരാമൺ കൺവെൻഷന് പമ്പാ നദിക്കരയിൽ ഇന്ന് തുടക്കമാകും. മലങ്കര മാർത്തോമ സുറിയാനി സഭ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിപാടി ഇന്ന് ഉച്ചയ്ക്ക് 2:30 മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലീത്ത ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 16 വരെയാണ് കൺവെൻഷൻ. അതേസമയം 7 ദിനങ്ങളിലായി പമ്പ മണൽപ്പുറത്തെ വിദ്യാധിരാജ നഗറിൽ നടന്നുവരുന്ന 113ാമത് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് ഇന്ന് സമാപനമാകും. വൈകിട്ട് 4 നടക്കുന്ന സമാപന സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും. ദക്ഷിണ ഭാഗീരഥിയായ പമ്പയിൽ വൈകിട്ട് 6:30 കുംഭമേളയും പമ്പ ആരതിയും നടക്കും. MTയുടെ കോഴിക്കോട്ടെ വസതി സന്ദർശിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികാരങ്ങളുടെ ഉൾക്കാമ്പിലേക്കാണ് MTയുടെ കലാസൃഷ്ടികൾ ചെന്നെത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ഓസ്കാറിന് പോലും വിലയിരുത്താൻ പറ്റാത്ത ആഖ്യാനമാണ് വടക്കൻ വീരഗാഥയുടേതെന്നും കാലഘട്ടത്തെ അതിജീവിച്ച സിനിമയാണതെന്നും സുരേഷ് ഗോപി സ്മരിച്ചു. 30-35 വർഷങ്ങൾക്കപ്പുറം ഒരു റീ റിലീസ് കൂടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ലൗഡാക്കാനായിട്ട് ദിവസങ്ങൾക്കുള്ളിൽ കഴിഞ്ഞ കലാമഹത്വം അത് MTയാണ്. കലാമഹത്വം സാഹിത്യമഹത്വം എന്നുപോലുമല്ല. സാഹിത്യത്തിനൊരു ട്രാൻസാക്ഷനുണ്ട്. ട്രാൻസാക്ഷന്റെ മഹത്വം എന്ന് പറയുന്നത് അന്ന് 5 വയസ്സുകാരനോ 10 വയസ്സുകാരനോ കണ്ടപ്പോൾ MT ആരാണെന്നറിയത്തില്ല. പല ജീവിത മുഹൂർത്തങ്ങളും ഒരുപക്ഷെ അവരുടെ അപക്വതയോ അല്ലെങ്കിൽ കാര്യങ്ങൾ ജീവിതത്തിൻ്റെ നിഗൂഢ തലങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന വടക്കൻ വീരഗാഥയെ സംബന്ധിച്ച് അത് കുഞ്ചാക്കോ മുതലാളി പ്രതിപാദിച്ചപ്പോഴും നീലയുടെ ചിത്രങ്ങളിലും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. സുബ്രഹ്മണ്യ മുതലാളി അത് വ്യാഖ്യാനിച്ചപ്പോഴും ഒന്നും വരാത്ത അർത്ഥതലങ്ങളൊന്നുമില്ല. ഏറ്റവും അടിത്തട്ടിലെ അംശങ്ങളാണ്. അത് വികാരമായാലും ശരി തന്നെ, പ്രതികാരമായാലും ശരി തന്നെ, അതിൻ്റെ ഏറ്റവും ഉൾക്കാമ്പിലേക്കാണ് MT അദ്ദേഹം ഇറങ്ങിച്ചെന്നിരിക്കുന്നത്. പുനലൂർ കന്യാകുമാരി പുനലൂർ പാസഞ്ചർ ട്രെയിനിന് പരവൂരിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സ്റ്റോപ്പ് അനുവദിച്ചു. പരവൂരിലെത്തുന്ന കന്യാകുമാരി പുനലൂർ പാസഞ്ചർ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. ഈ എല്ലാ സ്റ്റേഷനുകളിലും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതിനെ സഹകരിക്കുന്ന പാസഞ്ചേഴ്സിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിരന്തരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, നിരന്തരമായിട്ടുള്ള ട്രെയിനുകൾ, വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനുകൾ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത രീതിയിൽ ഉള്ള സ്പീഡിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന
ഈ ട്രെയിനുകൾ എല്ലാം തന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ ഭാരതത്തെ ഒരു മൂന്നാം ശക്തിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. ഇപ്പൊ നമ്മൾ 5ാം സ്ഥാനത്താണ്. 3ാം സ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടിയുള്ള മുതൽ മുടക്ക് ഇന്ത്യയിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേയുടെ രംഗത്ത് മാത്രമല്ല, അത് നാഷണൽ ഹൈവേയുടെ രംഗത്തുമെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിരന്തരമായി പേവിഷബാധിതർക്ക് ദയാവധം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. NGO സമർപ്പിച്ച ഹർജി ജസ്റ്റിസുമാരായ BR ഗവായ്, K വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. പേവിഷബാധിതർക്ക് സ്വമേധയായോ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കോ ദയാവധത്തിനായി ഡോക്ടറെ തിരഞ്ഞെടുക്കുവാനുള്ള നടപടിക്രമം ഏർപ്പെടുത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചേഞ്ച് ഓഫ് ഗാർഡ് ചടങ്ങ് ഈ വർഷം ഫെബ്രുവരി 22 മുതൽ പുതിയ രൂപത്തിൽ നടക്കും. പുതിയ രീതിയിലെ ഗാർഡ് മാറ്റ ചടങ്ങിൽ രാഷ്ട്രപതി ഭവന്റെ പശ്ചാത്തലത്തിൽ ആകർഷകമായ ദൃശ്യ സംഗീത പ്രകടനം കാണാൻ പ്രേക്ഷകർക്ക് കഴിയും. ഇരിപ്പിടങ്ങളുടെ എണ്ണത്തിൽ വർധന വരുത്തിയിട്ടുണ്ട്. ചടങ്ങിൽ രാഷ്ട്രപതിയുടെ അംഗരക്ഷക സംഘത്തിലെ സൈനികരുടെയും കുതിരകളുടെയും സെറിമോണിയൽ ഗാർഡ് ബറ്റാലിയൻ സൈനികരുടെയും പ്രത്യേക അഭ്യാസ പ്രകടനങ്ങളും സൈനിക സംഗീത ബാൻഡിന്റെ പ്രത്യേക പ്രകടനവുമുണ്ടാകും. ഫെബ്രുവരി 16-ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടന പ്രദർശനത്തിന് സാക്ഷ്യം വഹിക്കും. പരീക്ഷാ പേ ചർച്ചയുടെ 8ാം പതിപ്പ് നാളെ ഡൽഹിയിൽ നടക്കും. जाकर के आप परिवार में करवाओगे तो क्या कहेंगे, पागल होकर क्या പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കുണ്ടാകുന്ന സമ്മർദ്ദം ലഘൂകരിക്കുവാനുള്ള ഉദ്യമത്തിൽ പങ്കാളികളാകാൻ ദീപിക പദുക്കോൺ, മേരി കോം അടക്കമുള്ള പ്രമുഖർ ഇത്തവണയുണ്ടാകും. 2024-ലെ പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുത്ത കോഴിക്കോട് സ്വദേശിനി യുക്ത ദൂരദർശൻ വാർത്തകളോട് അനുഭവങ്ങൾ പങ്കുവച്ചു. ഞാൻ യുക്തയ്ക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BA ഓണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് എന്ന കോഴ്സിൽ 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. സ്കൂൾ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക പിരിമുറുക്കവും അതേപോലെ പരീക്ഷാ പേടിയിൽ നിന്നും അകന്നു നിൽക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നടത്തിയ പരീക്ഷാ പേ ചർച്ച 2020-ൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നു. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം നടത്തിയ മൈഗവിന്റെ സഹകരണത്തോടുകൂടി നടത്തുന്ന ഈ പരിപാടിയിൽ 9 മുതൽ 12 വരെ ക്ലാസുകളിൽ ഉപന്യാസ വിജയികളായ കേരളത്തിൽ നിന്നും 25 പേരിൽ തിരഞ്ഞെടുത്തതിൽ ഒരാളാകാൻ എനിക്ക് സാധിച്ചിരുന്നു. ഈ പരിപാടിയിൽ അദ്ദേഹം ധാരാളം കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അവയിൽ ഏറ്റവും ആകർഷിതമായി തോന്നിയത് പരീക്ഷയെ നമ്മൾ എങ്ങനെ കാണണം എന്ന് പറഞ്ഞതിലൂടെയായിരുന്നു. ഔഷധ നിർമ്മാണ വ്യവസായം ഗുണനിലവാരത്തിനും നവീകരണത്തിനും മുൻഗണന നൽകണമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ മുംബൈയിൽ ഇന്ത്യൻ മരുന്ന് നിർമ്മാതാക്കളുടെ കൂട്ടായ്മയായ IDMA-യുടെ 63ാമത് വാർഷിക ദിന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി. രാജ്യത്തിന്റെ വൈദ്യശാസ്ത്ര പുരോഗതിക്ക് പിന്നിലെ പ്രേരക ശക്തിയാണ് ഔഷധ നിർമ്മാണ മേഖല. ഔഷധ വ്യവസായം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എങ്കിലും ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. Gives you an ability to produce and market large volumes. Skill, speed, scale. These are the strengths that each one of you should be looking at capturing. And health services is something that government wishes to work very closely with you. Public, private and academia partnership on innovation, on research, on new ideas is the way forward. വ്യാജമരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്കെതിരെ ജാഗ്രത പാലിക്കാനും ഗോയൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോട് അഭ്യർത്ഥിച്ചു. പൊതു സ്വകാര്യ അക്കാദമിക പങ്കാളിത്തം വ്യവസായത്തിന്റെ ശോഭനമായ ഭാവിക്ക് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. വേൾഡ് ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് ഉച്ചകോടിയായ വേവ്സ് 2025-ന്റെ ഉപദേശക സമിതി യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ ചേർന്നു. ആഗോള മാധ്യമ മേധാവിമാരെയും വിനോദരംഗത്തെ പ്രമുഖ താരങ്ങളെയും ലോകമെമ്പാടുമുള്ള സർഗാത്മക മനസ്സുകളെയും വേവ്സ് ഉച്ചകോടി ഒരുമിച്ച് കൊണ്ടുവരും. ഇന്ത്യയെ ആഗോള ഉള്ളടക്ക നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുന്നതിനായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ബീഹാർ സന്ദർശിക്കും. പശ്ചിമ ചമ്പാരൻ ജില്ലയിലെ ബേട്ടിയയ്ക്കും കുമാർബാഗ് റെയിൽവേ സ്റ്റേഷനുമിടയിൽ പുതുതായി നിർമ്മിച്ച റെയിൽവേ മേൽപ്പാലം മന്ത്രി ഉദ്ഘാടനം ചെയ്യും.
ബേട്ടിയ കന്റോൺമെന്റിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് 98 അമൃത് ഭാരത് സ്റ്റേഷനുകൾ ഉൾപ്പെടെ 90,000 കോടി രൂപയുടെ പദ്ധതികൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2025 ഏപ്രിൽ ആദ്യവാരം ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് DPI IT ജോയിന്റ് സെക്രട്ടറി സഞ്ജീവ്. കാഠ്മണ്ഡുവിൽ രണ്ടാമത് ഇന്ത്യ നേപ്പാൾ സ്റ്റാർട്ടപ്പ് കണക്റ്റിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലുടനീളവും പുറത്തുനിന്നുമായി 50,000-ലധികം ബിസിനസ് സന്ദർശകർ പരിപാടിയിൽ പങ്കെടുക്കും. വിവിധ മേഖലകളിലെ അത്യാധുനിക കണ്ടുപിടുത്തങ്ങൾ പവലിയനുകളിലൂടെ പ്രദർശിപ്പിക്കും. സ്റ്റാർട്ടപ്പ് മഹാകുംഭിൽ പങ്കെടുക്കുവാൻ നേപ്പാൾ മന്ത്രി പൃഥ്വി സുബ്ബ ഗുരുങ് നേപ്പാളിലെ കമ്പനികളോട് ആഹ്വാനം ചെയ്യുന്നതായി പരിപാടിയിൽ പറഞ്ഞു. DPI IT, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ഫെഡറേഷൻ ഓഫ് നേപ്പാൾ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, കോൺഫെഡറേഷൻ ഓഫ് നേപ്പാൾസ് ഇൻഡസ്ട്രീസ് യങ് എന്റർപ്രണേഴ്സ് ഫോറം തുടങ്ങിയവർ ഇന്ത്യ നേപ്പാൾ സ്റ്റാർട്ടപ്പ് കണക്റ്റിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുത്തു. ഇടവേള. भारत में सालाना हजारों लोग हाथी पांव नाम की बीमारी की चपेट में आकर जीवन भर के लिए अपाहिज हो जाते हैं। मलेरिया की तरह ही हाथी पांव एक मच्छर के काटने से फैलता है और ये याद रखिए कि हाथी पांव का कोई इलाज नहीं है। गांव, शहर, अमीर, गरीब, हर जात और धर्म की रेखा पार कर किसी को भी अपनी जकड़ में ले सकता है हाथी पांव। पर डरे नहीं, इसका बचाव आसान है। साल में सिर्फ एक बार सार द्वारा दी हुई मुफ्त दवाएं खाएं और इस बीमारी से अपने आप को और अपने परिवार को बचाएं। 10 फरवरी से हाथी पांव से बचाव की दवा अवश्य खाएं। अपने आप को और अपने परिवार को इस दर्दनाक बीमारी से बचाएं। भारत सरकार द्वारा जनहित में जारी। വാർത്തകൾ തുടരുന്നു. രാജ്യത്തെ സംസ്കാരത്തെയും ഭാഷകളെയും ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ രംഗങ്ങളെയും വളർത്തിയെടുക്കുന്നതിൽ റേഡിയോ വഹിച്ച പങ്ക് മഹത്തരമാണെന്ന് ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ. മാവേലിക്കര രാജ്യാന്തര പുസ്തകോത്സവ വേദിയിൽ ആകാശവാണി സംഘടിപ്പിച്ച ആകാശവാണി പ്രക്ഷേപണത്തിന്റെ 75 വർഷം എന്ന സെമിനാറിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലുണ്ടായിരുന്ന ബാക്കി ഭൂപ്രദേശങ്ങളും ഒന്നിപ്പിക്കുന്നതിൽ സർദാർ വല്ലഭായ് പട്ടേലിനൊപ്പം റേഡിയോ വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ദശകങ്ങൾ മുതൽ തന്നെ ഭാരതത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു, പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ ഒരു ബഹുജന മാധ്യമം എന്ന നിലയ്ക്ക് റേഡിയോ ജനമധ്യത്തിലേക്ക് എത്തുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലാണ്. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആദ്യം സ്വകാര്യ മേഖലകളിലും പിന്നീട് നാട്ടുരാജ്യങ്ങളിലും അതിന് ഇടയ്ക്ക് സർക്കാരിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ആകാശവാണി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീകുമാർ മുഖത്തല, ആകാശവാണി മുൻ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ പറക്കോട് ഉണ്ണികൃഷ്ണൻ, TT പ്രഭാകരൻ, എഴുത്തുകാരി ഡോക്ടർ ബെറ്റിമോൾ മാത്യു, ജെ മഹാദേവൻ, CJ മധുപ്രസാദ് എന്നിവർ പങ്കെടുത്തു. കേരള ഗവൺമെന്റ് ഡെന്റൽ ഹൈജീനിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പങ്കെടുക്കും. പ്രതിനിധി സമ്മേളനം ഇന്ന് ഉച്ചയ്ക്ക് 12-ന് മന്ത്രി ഉദ്ഘാടനം ചെയ്യും. പയ്യാമ്പലത്തെ സ്വകാര്യ റിസോർട്ടിലാണ് സമ്മേളനം. പകുതി വിലയ്ക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് സീഡ് സൊസൈറ്റിയുടെ പേരിൽ കോടികൾ തട്ടിയ കേസ് ED അന്വേഷിക്കണമെന്ന് BJP. പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ പറഞ്ഞു. കേസിൽ കോൺഗ്രസിനും CPIM-നും തുല്യ പങ്കാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലക്ഷദ്വീപിന്റെ വൈദ്യുതി ഉൽപാദന വിതരണ മേഖലയിൽ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഊർജ്ജ കാര്യക്ഷമതാ സെക്രട്ടറി മിലന്ദ് ദിയോറ കവരത്തിയിൽ ദൂരദർശൻ വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. So whatever we are saving here, it will be very big impact. It is ultimately reducing the government grant as well as the consumers' tariff. So the energy saving measures or demand side management measures like going for energy efficient fans, that is a new technology called BLDC. പരിപാടിയിൽ ലക്ഷദ്വീപിലെ സർക്കാർ ഓഫീസുകളിലേക്കുള്ള വൈദ്യുതി ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഇടുക്കിയിലെ പ്രബല ഗോത്ര സമൂഹമായ മന്നാന്മാരുടെ ഊരുകളിൽ കലാവൂട്ട് മഹോത്സവം തുടങ്ങി. വിളവെടുപ്പ് ഉത്സവമായും ഊരുകളിൽ നിന്നും മൺമറഞ്ഞ പിതൃക്കളോടുള്ള ആദരസൂചകവുമായാണ് കൂത്ത് നടത്താറുള്ളത്. തിങ്കൾക്കാടുകുടിയിൽ നടന്ന പരിപാടിയെക്കുറിച്ച് ആന്റണി മുനിയറ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം.
വനമേഖലകളിൽ ജീവിക്കുന്ന ആദിവാസി വിഭാഗമായ മന്നാന്മാരുടെ ഏറ്റവും വിശേഷപ്പെട്ട കലാരൂപമാണ് കൂത്ത്. കോവിലിന്റെയും കണ്ണകിയുടെയും കഥയെ അടിസ്ഥാനമാക്കിയാണ് കൂത്ത് നടത്താറുള്ളത്. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രചാരമുള്ള നാടൻ കലാരൂപങ്ങളോടും കഥകളിയിലെ ചില അവതരണ രീതിയോടും സാദൃശ്യമുള്ള ഒരു കലാരൂപമാണിത്. ഊരിൽ മരണമടഞ്ഞവരുടെ വീടുകളിലെത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തിയ ശേഷമാണ് കൂത്ത് ആരംഭിക്കുന്നത്. കുടിയിലെ മുതിർന്നവരുടെ നേതൃത്വത്തിൽ വീടുകളിൽ നടത്തുന്ന പിതൃസ്മരണയിലും കൂത്തിൽ പങ്കെടുക്കുന്നവർ ആട്ടവും പാട്ടും നടത്താറുണ്ട്. ഇലത്താളം, തുകൽ കൊണ്ട് നിർമ്മിച്ച മത്താളം എന്നീ വാദ്യോപകരണങ്ങളാണ് കൂത്തിന്റെ പിന്നണിയിൽ പാട്ടിനോടൊപ്പം മുഴങ്ങുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകൂട്ട് മഹാഉത്സവം എന്ന് പറയുന്നത് ഞങ്ങൾ വിളവെടുപ്പ് കഴിയുമ്പോൾ എല്ലാ വർഷവും പിതൃത്തകൾക്ക് അതായത് ഞങ്ങളുടെ മുതിർന്ന നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ കാരണവന്മാരെ സേവിക്കുക, അവർക്ക് ഒരു നേരം അന്നം കൊടുത്ത് അവരെ പ്രീതിപ്പെടുത്തുക എന്നാണ് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം. ഇന്ന് ഈ രാവിലെ 10 മണിയോടെ തുടങ്ങിയ ഈ കാലാകൂട്ട് മഹോത്സവം നാളെ രാവിലെ 6 മണിയോടെ കൂടിയാണ് അവസാനിപ്പിക്കുന്നത്. അവസാനിച്ചു കഴിയുമ്പോൾ അടുത്ത വർഷം ഇതേ ഡേറ്റിൽ തന്നെ അടുത്ത വർഷവും ഇതേപോലെ കാലാകൂട്ട് മഹോത്സവം ഉണ്ടായിരിക്കും. കൂത്ത് ആരംഭിക്കുന്നതിന് മുമ്പേ തെയ്യം, കഥകളി എന്നിവയിലെ പോലെ കേളികൊട്ടൽ നടത്തും. ദൈവവന്ദനത്തോടെയാണ് കൂത്ത് ആരംഭിക്കുന്നത്. സ്ത്രീവേഷം കെട്ടുന്നതും പുരുഷന്മാർ തന്നെയാണ്. കയ്യിൽ വളയും കാലിൽ ചിലങ്കയും അണിയുന്നു. ആണുങ്ങൾ മുണ്ട് തട്ടുടുത്ത് തോർത്ത് തലയിൽ കെട്ടും. കുലദേവതകളെ സ്മരിച്ചുകൊണ്ടുള്ള ആചാരപാട്ടിന് ശേഷം കോവിലൻ പാട്ടുപാടി കളി തുടങ്ങുന്നു. അനുഷ്ഠാന നിഷ്ഠയോടുകൂടിയുള്ള കൂത്തിനിടയിൽ കന്നിയാട്ടവും നടത്തും. സവിശേഷമായൊരു നൃത്തമാണിത്. കണ്ണകിയുടെ കഥ ആവേശകരമായ മുഹൂർത്തങ്ങളിലെത്തുന്ന സന്ദർഭങ്ങളിലാണ് കന്നിയാട്ടക്കാർ രംഗത്ത് വരുന്നത്. ഈ സമയത്ത് വാദ്യം മുറുകുകയും പാട്ടും തുള്ളലും ദ്രുതഗതിയിലാവുകയും ചെയ്യും. പൊറാട്ടുവേഷങ്ങൾക്ക് സമാനമായ ഒരു കോമാളി മന്നാൻ കൂത്തിനിടയിൽ രംഗത്തെത്താറുണ്ട്. തിങ്കൽക്കാട് ആദിവാസി ഗ്രാമത്തിലേക്ക് ജില്ലയിലെ വിവിധ കുടികളിലുള്ളവർ കൂത്തിൽ പങ്കെടുക്കുന്നതിനായി സായാഹ്നത്തോടെ എത്തിയിരുന്നു. പാരമ്പര്യനിഷ്ഠയോടെ ഒരു രാത്രി മുഴുവൻ നീളുന്ന പരിപാടികൾ കൂത്തിന്റെ ഭാഗമായി ഇവിടെ നടന്നു. രാത്രിയെ പകലാക്കി അനുഷ്ഠാന നിഷ്ഠയോടുകൂടിയാണ് മന്നാൻ സമൂഹം കൂത്ത് അവതരിപ്പിക്കുന്നത്. തിങ്കൽക്കാട് കുടിയിൽ നിന്നും ക്യാമറമാൻ അജയനോടൊപ്പം ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്. ഇനി കായിക വാർത്തകൾ. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് കട്ടക് ബരാബതി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30-നാണ് മത്സരം. ഒന്നാം ഏകദിനം 4 വിക്കറ്റിന് ജയിച്ച ഇന്ത്യ 3 മത്സര പരമ്പരയിൽ മുന്നിലാണ്. കാൽമുട്ടിലെ വേദന മൂലം കളിക്കാതിരുന്ന വിരാട് കോഹ്ലി ഇന്ന് കളിച്ചേക്കും. 38ാമത് ദേശീയ ഗെയിംസ് അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ കേരളത്തിന് വെങ്കലം. അനുരാഗ് സിവിയാണ് കേരളത്തിനായി മെഡൽ നേടിയത്. പുരുഷന്മാരുടെ ഡിസ്കസ് ത്രോയിലും കേരളത്തിന് വെങ്കലം ലഭിച്ചു. അലക്സ് പി തങ്കച്ചൻ 52.79 മീറ്റർ എറിഞ്ഞാണ് മെഡൽ നേടിയത്. അതേസമയം പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗെയിംസ് റെക്കോർഡോടെ ഹിമാചൽ പ്രദേശിന്റെ സാവൻ ബർവാൾ സ്വർണ്ണ മെഡൽ നേടി. മെഡൽ പട്ടികയിൽ കേരളം 11 സ്വർണവും 9 വെള്ളിയും 14 വെങ്കലവും ഉൾപ്പെടെ 34 മെഡലുമായി 10ാം സ്ഥാനത്താണ്. 42 സ്വർണം ഉൾപ്പെടെ 71 മെഡലുകളുമായി സർവീസസാണ് 1ാം സ്ഥാനത്ത്. ദേശീയ ഗെയിംസ് ഫുട്ബോൾ ഫൈനലിൽ ഉത്തരാഖണ്ഡിനെ തോൽപ്പിച്ച് ജേതാക്കളായി മടങ്ങിയെത്തിയ കേരള ടീമിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആവേശോജ്വല സ്വീകരണം. 1997 ശേഷം ആദ്യമായാണ് കേരളം ദേശീയ ഫുട്ബോളിൽ സ്വർണം നേടുന്നത്. കോച്ച് എം ഷഫീഖ് ഹസന്റെ നേതൃത്വത്തിലെത്തിയ ടീമിനെ കേരള ഫുട്ബോൾ അസോസിയേഷൻ ഓണററി പ്രസിഡന്റ് ടോം ജോസ്, ജോയിന്റ് സെക്രട്ടറി കെ എ വിജയകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഇന്നലെ സ്വീകരിച്ചത്. ഇന്നും നാളെയും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന താപനിലയിലും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പകൽ 11 മുതൽ 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. അംഗനവാടി കുട്ടികൾക്ക് ചൂട് ഏൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പാക്കാൻ അതാത് പഞ്ചായത്ത് അധികൃതരും അംഗനവാടി ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. AI ആക്ഷൻ ഉച്ചകോടി 2025 നാളെ പാരീസിൽ തുടക്കം. ദ്വിദിന നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്ത ആധ്യക്ഷം വഹിക്കും.
ഡൽഹിയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമാക്കി BJP. തലസ്ഥാനത്തെ ആര് നയിക്കുമെന്നതിൽ ആകാംക്ഷ തുടരുന്നു. ഡൽഹി മുഖ്യമന്ത്രി അതിഷി ലഫ്റ്റനന്റ് ഗവർണറുടെ വസതിയിലെത്തി രാജിക്കത്ത് കൈമാറി. ന്യൂഡൽഹിയിൽ നടക്കുന്ന 52ാമത് ലോക പുസ്തകമേള ഇന്ന് സമാപിക്കും. ഭാവി തലമുറകൾക്കായി ആശയങ്ങളും പൈതൃകങ്ങളും സംരക്ഷിക്കുന്ന അറിവിന്റെ അനശ്വര രേഖകളാണ് പുസ്തകങ്ങളെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പ്രധാനമന്ത്രിയുമായി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ച നാളെ. പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കുണ്ടാകുന്ന സമ്മർദ്ദം ലഘൂകരിക്കുവാനുള്ള ഉദ്യമത്തിൽ പങ്കാളികളാകാൻ ദീപിക പദുക്കോൺ, മേരി കോം അടക്കമുള്ള പ്രമുഖർ. പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷന് ഇന്ന് തുടക്കമാകും. മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് ഇന്ന് സമാപനം. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം ഏകദിനം ഇന്ന് ഒഡീഷയിലെ കട്ടക്കിൽ. ദേശീയ ഗെയിംസിൽ 42 സ്വർണം ഉൾപ്പെടെ 71 മെഡലുകളുമായി സർവീസസ് 1ാം സ്ഥാനത്ത് തുടരുന്നു. ദൂരദർശൻ വാർത്തകൾ കേരള DD ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ തത്സമയം ലഭ്യമാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്. നമസ്കാരം.